ഭർത്തൃപിതാവ് കുട്ടിയെ പീഡിപ്പിച്ച വിവരം ബോധ്യപ്പെട്ടതാകാം കുഞ്ഞുങ്ങളെയും കൊന്ന് ഭർത്താവും അവരുടെ അമ്മയും ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് യുവതി മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. സ്വകാര്യ ഭാഗത്തെല്ലാം നീറ്റിലുണ്ട്, പുകയുന്നു, പിന്നെ സോപ്പ് തേച്ച് കുളിപ്പിക്കാൻ സമ്മതിക്കൂല കുഞ്ഞിനെ. കുഞ്ഞോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോളെ എന്താ നിന്റെ പ്രശ്നം, നിനക്ക് എന്തുകൊണ്ടാന്ന് അവിടെ വേദന, പിന്നെ നീ കൈകൊണ്ടെങ്ങാനും ചൊറിഞ്ഞിനാ, അങ്ങനെ ചോദിച്ചു. നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുറി പറ്റീനോ? ഞാൻ കരുതിയത് അങ്ങനെയാണ്, കുട്ടികളിങ്ങനെ ആക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുഞ്ഞ് പറഞ്ഞു അച്ചാച്ചൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ മുക്കിയപ്പോൾ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്ത് നീര് വെച്ചതായിട്ടും പിന്നെ ശരീരഭാഗങ്ങളിലെല്ലാം ഓരോ ഇങ്ങനെ മാർക്ക് കാണുന്നതായിട്ടും ഉണ്ട്. ഭയങ്കര ട്രോമയായി കുഞ്ഞിക്ക്. അങ്ങനെ ഭയങ്കര എന്ത് കാണുമ്പോഴും പേടി, പിന്നെ വലിയ ഒച്ച വരുമ്പോൾ പേടി, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കുഞ്ഞ് വന്നു. പീഡിപ്പിക്കപ്പെട്ട വിവരം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭർത്തൃപിതാവ് ഭീഷണിപ്പെടുത്തി. ഭർത്താവ് കൂട്ടുനിന്നു, മുറിയിലിട്ട് പൂട്ടി ക്രൂരമായി മർദ്ദിച്ചു. അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് ഈ ഭർത്താവിൻ്റെ അച്ഛൻ മനസ്സിലാക്കി. അപ്പം എന്നെ എപ്പോഴും ഭീഷണിയാണ്, ഇതാരോടും പറഞ്ഞാൽ കൊന്നുകളയും, കുഞ്ഞിനും നിന്നെയും കൊന്നുകളയും, എപ്പോഴും ഭീഷണിയാണ്. ഭർത്താവ് വന്ന പാട് എന്നെ അടിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു, എന്നെ ഉപദ്രവിച്ചു. നീ എന്താ എൻ്റെ കുഞ്ഞിന് ചെയ്തത്, നിനക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള വർത്താനം പറയും. പയ്യന്നൂർ പോലീസ് തികഞ്ഞ അനാസ്ഥയാണ് തന്നോട് കാണിച്ചതെന്ന് യുവതി പറഞ്ഞു. അവർ സഹായിച്ചിരുന്നു എങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും ബാക്കിയുണ്ടാകുമായിരുന്നു എന്നാണ് അവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. പോലീസുകാർ എനിക്ക് എതിരായിട്ടും അവർക്ക് അനുകൂലമായിട്ടും പ്രതിക്ക് അനുകൂലമായിട്ടുമുള്ള റിപ്പോർട്ട് എഴുതി കൊടുത്തു. അവർ ഒരുപക്ഷെ ഞാൻ കൊടുത്ത പരാതിന്മേലൊരു ഇത് സ്വീകരിക്കുകയും അയാളെ ജാമ്യം ക്യാൻസൽ ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഗതി വരട്ടിയില്ലായിരുന്നു എൻ്റെ കുഞ്ഞക്ക്. എൻ്റെ കുഞ്ഞുങ്ങളും ഭർത്താവും ഇപ്പോഴും ജീവനോടെ ഉണ്ടാവട്ടെ. പീഡിപ്പിക്കപ്പെട്ട തൻ്റെ കുഞ്ഞിന് 40 ദിവസത്തോളം പ്രതിയുടെ വീട്ടിൽ കഴിയേണ്ടി വന്നു. ഈ വിവരം പോലീസിൽ അറിയിച്ചപ്പോൾ അവർ സഹായിച്ചില്ല എന്നു മാത്രമല്ല തനിക്കെതിരെ കേസെടുക്കുകയായിരുന്നു എന്നും യുവതി പറയുന്നു. കൈമുറിഞ്ഞിട്ട് കുഞ്ഞിനെ കൂട്ടിയിട്ട് പോയ സമയത്ത് 10-40 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം, അത് കണ്ടിട്ടുണ്ടാവണം ഭർത്താവും അമ്മയും. അപ്പോൾ അങ്ങനെയായിരിക്കും. പ്രതിയായ ഭർത്തൃപിതാവ് ഇപ്പോൾ മറ്റൊരു പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. സ്ഥിരം കുറ്റവാളിയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. അതുകൊണ്ട് കൂട്ടമരണത്തെക്കുറിച്ച് വിശദമായ പുനരന്വേഷണം വേണമെന്നാണ് യുവതി ആവശ്യപ്പെടുന്നത്.